കാണുമ്പോഴേ നല്ല വായന്നൊക്കെ വെള്ളം വരുന്ന നല്ല അടിപൊളി ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം അതിനായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് പൊരിച്ചെടുക്കണം, അതിനായിട്ടാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഇടയ്ക്ക് നന്നായി ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മുടെ ബീഫൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ആ എണ്ണ കൂടുതലുണ്ടെങ്കിൽ ആ ചട്ടിയിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് അതിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഇനി അതിലേക്ക് ഒരു 3-4 തണ്ട് വേപ്പില വീണ്ടും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 4 പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞതാണ്. പച്ചമുളകൊക്കെ നല്ല മൂത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒരു വെള്ള കളറായിട്ട് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റല്ല, ഒന്ന് ചെറുതായി ചതച്ചതാണ്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലത്തെ വെള്ളമൊക്കെ പോയി എല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടണം. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ബീഫ് പൊരിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ സുർക്ക ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ സുർക്കൊക്കെ നമ്മുടെ ബീഫ് കുടിച്ചിട്ട് അത് നന്നായി വറ്റി വരും. അപ്പോൾ കൂടുതലാണെന്ന് തോന്നില്ല. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അച്ചാറോട് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പോഴുള്ള സൂപ്പർ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും തന്നെ പ്ലീസ്. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ വരുന്നവരെ ബൈ.